കാര്യം ചോദിക്കട്ടെ, ഒരു ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രണ്ട് ഓടി വന്ന് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് പറയാണ്, എടാ എനിക്ക് ജോലി കിട്ടി. അവൻ അത്ര എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ആ ന്യൂസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന റിപ്ലൈ ഇങ്ങനെയാണെങ്കിലോ? ആണോ, കൊള്ളാം, കൺഗ്രാറ്റുലേഷൻസ്. ഇങ്ങനെ നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ടെക്നിക്കലി നോക്കുമ്പോൾ നിങ്ങൾ അവനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല, അവനടുത്ത് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റിൽ ഇത് നിങ്ങളടുത്ത് ഷെയർ ചെയ്ത വ്യക്തിക്ക് ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വൈ? ബിക്കോസ് നിങ്ങളുടെ റിപ്ലൈ അവരുടെ എക്സൈറ്റ്മെൻറ്റിനോട് മാച്ച് ചെയ്തിട്ടില്ല. യെസ്, അതാണ് നമ്മൾ ഇന്നത്തെ റൂള്. മാച്ച് ദി എക്സൈറ്റ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ വെൻ ദേ ഷെയർ എ ഗുഡ് ന്യൂസ്. ആളുകൾ അവരുടെ സന്തോഷം ഏറ്റവും എക്സൈറ്റ്മെൻറ്റോടു കൂടി ഷെയർ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും അടുത്ത ആളുകളോടായിരിക്കും. അപ്പം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെ മാച്ച് ചെയ്തിട്ടുള്ള റിപ്ലൈ ആണ്. അപ്പം നമ്മളിങ്ങനെ കൊള്ളാം, ഓ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഹാപ്പിനെസ് പകുതിയാവും. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു കുട്ടി സ്കൂളിലെ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങി വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി വീട്ടിലോട്ട് ഓടി വന്നിട്ട് പാരൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടി. അപ്പോൾ ആ കുട്ടിയുടെ മുഖത്തുള്ള സന്തോഷം നമുക്ക് ഊഹിക്കാൻ പറ്റും. ഹി വിൽ ബി ലാഫിങ്, ജമ്പിങ്, അങ്ങനെ അത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ പാരൻറ്റ്, വീട്ടിലുള്ള ആൾ പറയണം, ആണോ, ഓക്കെ ഗുഡ്, നീ പോയി വാ, വിളിച്ചു വന്ന് നമുക്ക് ചായ കുടിക്കാം. ഇങ്ങനെയാണ് അവൻ്റെ റിപ്ലൈ എങ്കിൽ ആ കുട്ടിയുടെ സന്തോഷം അവിടെ നിന്ന് തീർന്നു അല്ലേ? ആ കുട്ടി എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? അവരുടെ പാരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ അവൻ്റെ കൂടെ തന്നെ അവൻ്റെ ഹാപ്പിനെസ് സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ്. എന്നാലേ നമ്മുടെ ഹാപ്പിനെസ്സിനൊരു വാല്യൂ ഉണ്ടാകത്തുള്ളൂ. ഇതേപോലത്തെ ഒരു സിനാരിയോ പറയാം. നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി പറയണം, എടാ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ഒരാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക. അപ്പം നിങ്ങളിങ്ങനെ പറയണം, ആണോ, ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതല്ലേ, എനിക്ക് ഇതിനേക്കാൾ മുന്നേ കിട്ടിയല്ലോ, എനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. അവർ എക്സൈറ്റ്മെൻറ്റോടു കൂടി വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ റിയാക്ഷൻ ഷുഡ് മാച്ച് ദെയർ എക്സൈറ്റ്മെൻറ്റ്. അതർവൈസ് അവർക്ക് ഉണ്ടായിരുന്ന ഹാപ്പിനെസ് ഇല്ലാതാവാണ് ചെയ്യുക. ചില ആളുകൾ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി ഷെയർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതിനൊക്കെ ഇത്ര എക്സൈറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ, ഇതിനെന്തിനാ ഇത്ര സന്തോഷം എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് നമുക്ക് ചെറുതായിരിക്കും, ആ ആൾക്ക് അത് വലിയൊരു കാര്യമായിരിക്കും. അതുകൊണ്ടാണ് അവർ അത്ര എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലേ, ഒരാളുടെ ബാഡ് ഫേസിൽ കൂടെ നിന്ന് ഒരാളെ ആരും മറക്കത്തില്ല എന്ന്. ആ സെയിം കോൺസെപ്റ്റ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. എന്താണ്? ഒരാളുടെ ഹാപ്പിനെസ് സെലിബ്രേറ്റ് ചെയ്ത ഒരാളെയും ആരും മറക്കത്തില്ല. ഇങ്ങനെ ഒരാളുടെ എക്സൈറ്റ്മെന്റിനോ ഹാപ്പിനെസ്സിനോ മാച്ച് ചെയ്യാതെ റിയാക്ഷൻ കൊടുക്കുന്ന ആളുകൾ നമുക്ക് രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യ കൈൻഡ് ഓഫ് ആളുകൾ നമുക്ക് നോക്കാം. അവരാണ് സന്തോഷം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളുകൾ. അവർക്കുള്ളിൽ സന്തോഷം ഉണ്ടാവും, പക്ഷെ പുറത്ത് അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല. ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ടൈം നിങ്ങളടുത്ത് ആരെങ്കിലും വന്നിട്ട് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ഒരു ന്യൂസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫേക്ക്, നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ഒന്ന് ഫേക്ക് ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ്. നിങ്ങൾ ഒരുപാട് തവണ വേറൊരാൾ വന്ന് എക്സൈറ്റഡ് ന്യൂസ് പറയുമ്പോൾ നിങ്ങൾ എക്സൈറ്റ്മെന്റ് ഫേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ഒരു സമയത്ത് ഒരാൾ എക്സൈറ്റഡ് ന്യൂസ് പറയുന്ന സമയത്ത് നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സന്തോഷം പ്രകടിപ്പിക്കാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒരാൾ വരുമ്പോൾ വാവ് സൂപ്പർ അടിപൊളി കൺഗ്രാറ്റുലേഷൻ ജസ്റ്റ് ഒന്ന് ഫേക്ക് ചെയ്യുക ആൻഡ് യു വിൽ മേക്ക് ഇറ്റ്. രണ്ടാമത്തെ കൈൻഡ് ഓഫ് ആളുകളാണ് അസൂയ കാരണം വേറെ ആളുടെ എക്സൈറ്റ്മെന്റിന് മാച്ച് ചെയ്യാത്ത റിയാക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്താ തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരാൾ എക്സൈറ്റഡ് ആയിട്ട് ഒരു ഹാപ്പി ന്യൂസ് പറയുന്ന സമയത്ത് ഇവരുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇവരുടെ വിജയങ്ങൾ നമ്മുടെ തോൽവിയാണോ അല്ലെങ്കിൽ നമ്മുടെ പരാജയങ്ങളെയാണോ കാണിക്കുന്നതെന്ന് തോന്നും. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം? ഇങ്ങനെ അസൂയ തോന്നുന്നവർ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഒരാളുടെ വിക്ടറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഒരു പരാജയത്തെ അല്ല കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷത്തെ ഒരിക്കലും അത് സ്റ്റീൽ ചെയ്യുന്നുമില്ല. നെക്സ്റ്റ് ടൈം ആരെങ്കിലും എക്സൈറ്റഡ് ആയിട്ട് ഒരു ന്യൂസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അസൂയാണ് തോന്നുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കാം ഡൗൺ ചെയ്യുക, എന്താ ആലോചിക്കുക, ഇത് അവരുടെ ടേൺ ആണ്, സോ ഐ ഹാവ് ടു മാച്ച് ദിയർ റിയാക്ഷൻ. അവരുടെ ടേണിൽ അവരുടെ സന്തോഷത്തിന് ഒപ്പം തന്നെ നിങ്ങൾ സന്തോഷിക്കുക, ആത്മാർത്ഥമായിട്ട് അവർക്ക് കൺഗ്രാറ്റുലേഷൻസ് പറയുക. ഒരിക്കലും അവരുടെ വിക്ടറി നിങ്ങളുടെ പരാജയം അല്ല. നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആശ്വസിപ്പിക്കാൻ ഒരു പക്ഷെ കുറേ പേരുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് നമ്മുടെ സന്തോഷത്തിന് ഒപ്പം സന്തോഷിക്കുന്ന ആളുകൾ ഏറ്റവും പ്രഷ്യസ് ആണ്. അപ്പൊ അടുത്ത തവണ ആരെങ്കിലും വന്ന് നിങ്ങളുടെ അടുത്ത് ഒരു ഹാപ്പി ന്യൂസ് എക്സൈറ്റഡോട് കൂടി ഷെയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അവരുടെ മുഖം നോക്കുക, അവരുടെ എക്സൈറ്റ്മെന്റ് നോക്കുക, എന്നിട്ട് അവരുടെ ഹാപ്പിനെസ്സിന് മാച്ച് ചെയ്യുന്ന റിയാക്ഷൻ കൊടുക്കുക. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ റൂൾ. മാച്ച് ദി എക്സൈറ്റ്മെന്റ് ഓഫ് എ പേഴ്സൺ വെൻ ദേ ഷെയർ ഗുഡ് ന്യൂസ്. ഹാപ്പിനെസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂടത്തേ ഉള്ളൂ, അതൊരിക്കലും കുറയത്തില്ല. ആൻഡ് ഓൾസോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അത്
സ്ട്രോങ് ആക്കുകയും ചെയ്യും. ഒരാളുടെ ബാഡ് ടൈമിൽ കൂടെ നിൽക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അയാളുടെ ഹാപ്പിനെസ് അത്രയും സന്തോഷത്തിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ മാച്ച് ദ എക്സൈറ്റ്മെന്റ് ഓഫ് എ പേഴ്സൺ വെൻ ദേ ഷെയർ ഗുഡ് ന്യൂസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ എക്സൈറ്റ്മെന്റിന് മാച്ച് ചെയ്ത റിയാക്ഷൻ തരുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് താങ്ക് യു എന്നൊന്ന് പറഞ്ഞേക്കുക. ആൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ഇൻ കമന്റ് ബോക്സ്. ഇത് നമ്മുടെ 50-110 റൂളിൻ്റെ ഒരു സീരീസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റൂൾ നമ്പർ 8 ആണ്. അപ്പം ഫർദർ ആയിട്ടുള്ള റൂൾസ് വേണമെന്നുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും റൂൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.